ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വെൽക്കം തരാനുള്ളൊരു വീഡിയോ പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് രാത്രിയായി 8:30 കഴിഞ്ഞ് 9 മണി ആവാറാവുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല, എന്നാൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമില്ല. ഇതിൻ്റെ ഇടയ്ക്കോടുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദു വിളിച്ചായിരുന്നു വെച്ചിട്ട് മുന്നേ. നന്ദു വിളിച്ചപ്പോൾ എനിക്ക് നന്ദുവിനെ കാണുമ്പോഴൊക്കെ നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോവാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് ഇനി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് പോകണമല്ലോ. ഇത്ര നാളും കൂട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നാളെ മുതൽ നമ്മളൊരു ന്യൂ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ലൈഫ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നാളെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അതെല്ലാം 1 by 1 ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. നാളെ നമുക്കൊരു അടിപൊളി മോർണിംഗ് ആശംസിച്ച് നമുക്കിന്ന് കിടക്കാം. എന്നിട്ട് നാളെ കാണാം. ഹായ് ഗായ്സ് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പം എന്താണ്, ഞാൻ എണീറ്റത് രാവിലെ എണീറ്റു കേട്ടോ. ഞാൻ അലാറൊക്കെ വെച്ചിട്ട് 7 മണിക്ക് തന്നെ എണീറ്റു. പക്ഷേ നമുക്ക് 7 മണിക്ക് എണീറ്റാലും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നന്ദു നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം അവരുടെ ടൈമിലാണല്ലോ നമുക്ക് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവരെ വീട്ടിലും വിളിച്ചു, നന്ദുവിനെ വിളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളിലേക്കൊക്കെ പോവാം. പല്ല് തേച്ച് ഒക്കെ വരാം. ആൻഡ് യു ഗൈസ് നോ, എൻ്റെ അടുത്ത് ഒരു കുട്ടി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നുള്ളത്. ഇത് ആ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കണ്ടോളൂ കേട്ടോ. കാരണം എനിക്ക് ഇപ്പോൾ പീരിയഡ്സ് ആണ്. അപ്പം ഞാൻ എന്താണ് ചെയ്യുക കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാരണം ഇന്നലെ ഞാൻ ഓൾറെഡി ഈ വീഡിയോ എടുത്തതാണ് പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് പോലെ. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം ഒന്ന്, നന്ദു പോയതിൻ്റെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഞാൻ ഇതുവരെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പീരിയഡ്സിന് ഭയങ്കര വേദനയുടെ അങ്ങേയറ്റമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് കുറവുണ്ട്, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ് വെളിയിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിയിലെ അന്തരീക്ഷം നോക്കട്ടെ. അപ്പം ഇതാണ് വെളിയിലെ അന്തരീക്ഷം. കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പം എനിക്ക് കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നുണ്ടാവില്ല. മരച്ചില്ലുകളൊക്കെ കിടന്ന് ആടുന്നുണ്ടോ. അത്യാവശ്യം കാറ്റുണ്ട് വെളിയിൽ. പിന്നെ മഞ്ഞൊന്നും കാണാനില്ല, പക്ഷെ മൂടിക്കിടക്കുകയാണ്. ഇപ്പം കണ്ടോ, ഞാൻ എൻ്റെ റൂമിൻ്റെ കോലം കണ്ടാൽ അറിയാം ഞാൻ എന്തോരം ലേസി ആണെന്നുള്ളത്. ഞാൻ കുറേ ഇന്നലെ ക്ലീൻ ആക്കിയായിരുന്നു. ആൻഡ് ഈ ഇരിക്കുന്നത് കണ്ടോ, ഐസ്ക്രീം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇത് കണ്ടാൽ അറിയാം ഞാൻ എത്രത്തോളം ലേസി ആയിരുന്നു ഇന്നലെ എന്നുള്ളൊരു കാര്യത്തിൽ. ആൻഡ് നന്ദു പോയതിൻ്റെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇതും എല്ലായിടത്തോടും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് കിടക്കുവാണ്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് പറക്കി ഇന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് പാടൊക്കെ മാറട്ടെ. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും പീരിയഡ്സ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റിൽ നിന്ന് എണീറ്റ് രാവിലെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എസ്പെഷ്യലി എനിക്കൊരു എക്സ്ട്രാ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, എന്നാലും എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ പോയി പല്ലൊക്കെ തേക്കട്ടെ. ബൈ. എൻ്റെ ടോയ്ലറ്റിൻ്റെ കോലമാണെങ്കിൽ ഒട്ടും മോശമില്ല. ഇത് മൊത്തം അലക്കാൻ കിടക്കുന്നതാണ്. കാരണം നന്ദു പോകുന്നതിന് മുന്നേ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അലക്കാൻ ആകെ ഒരു വാഷിംഗ് മെഷീനുള്ളൂ. പിന്നെ ഉണക്കാൻ നമുക്ക് സ്ഥലമില്ല ഒത്തിരി. അതുകൊണ്ട് ഇത് ഉണക്കാൻ ഇനി ഇടണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറേ പറക്കി അലക്കാനും ഇടണം. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതെന്ത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്, അങ്ങനെ ഇങ്ങനെയല്ലെന്ന്. അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ എൻ്റെ മേളിൽ വെച്ചു, കുറേ അപ്പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഇത് ജാക്കറ്റ് ഇവിടെ കിടന്നതാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം, അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എബ്രോഡ് ലൈഫ്. കാരണം നമ്മൾ വീട്ടിൽ ഉള്ള പോലെ ആവില്ലല്ലോ, ഉറപ്പായിട്ടും ആവില്ല. ആൻഡ് എനിക്കാണെങ്കിൽ ഡ്രസ്സസ് ഇങ്ങനെ കിടന്നാലും എനിക്കൊരു ഇറിറ്റേഷനുണ്ട്. അതെനിക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിൽ കുറച്ച് കൂടുതലാണ്. പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ എനിക്ക് കുറച്ചുള്ളൊരു പ്രശ്നമാണ് വൃത്തി. എനിക്ക് ആ ടൈമിൽ കുറച്ച് വൃത്തിയാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അടുക്കളയുടെ പോലെ കണ്ട് എനിക്ക് അടുക്കള കയറാൻ തോന്നുന്നില്ല. ആദ്യം നമുക്കൊരു കോഫി ഇട്ട് കുടിക്കാം. കോഫി ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ആക്കി പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്, അതൊക്കെ തുടങ്ങാം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. പല്ലൊക്കെ തേച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പൊതുവേ നമുക്ക് കുറച്ച് ബ്ലഡ് ഉള്ള ടൈമിൽ യൂസ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും.
ആൻഡ് ദിസ് വൺ വന്നിട്ട് നമ്മൾ നൈറ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം സെക്കൻഡ് ആയതുകൊണ്ട് ഇതാണ് എടുക്കുന്നത്. എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്ത് കളയുന്നതെന്നുള്ളത്. ലൈക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു കുട്ടി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട്. നമ്മളിവിടെ വെള്ളം യൂസ് ചെയ്യില്ല എന്നറിയാമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വയ്ക്കുക, യൂസ് ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഞാൻ ഇതിനെ റോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് 1 or 2 ഇത് റൗണ്ട് ആവുന്നവരെ, ഇപ്പം എനിക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ പൊതിഞ്ഞിട്ട് ഞാൻ നമുക്കിവിടെ റെസ്റ്റ് മീറുണ്ട്, അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഇടും. എന്നിട്ട് നമ്മളിത് കൊണ്ട് കളയും. ഇത് ആവുന്ന ടൈമിൽ അത്യാവശ്യം ഫില്ലോ അല്ലെങ്കിൽ കുറച്ചധികം ആവുന്ന ടൈമിൽ ഞാനിത് കൊണ്ടേ കളയും. നമുക്കതിന് കളയാനായിട്ട് ഇവിടെ സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട്, വേസ്റ്റ് കളയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ബ്രാൻഡിന് നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു കവർ കിട്ടും ഇത് ഡിസ്പോസ് ചെയ്ത് കളയാൻ. അപ്പോൾ അതിൻ്റെ അകത്തിട്ടിട്ട് നിങ്ങൾ എവിടെയാണോ വേസ്റ്റ് ഇടുന്നത് ആ ഒരു വേസ്റ്റിൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ടാൽ മതി. അങ്ങനെയാണ് ഞാനിത് ഡിസ്പോസ് ചെയ്ത് കളയുന്നത് കേട്ടോ. ഞാൻ ദേ രാവിലെ തന്നെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. സോ യാ, അപ്പം എന്താ പറയുക, ഇനി ഞാൻ തന്നെയുള്ള ജീവിതമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മത്തിലേക്ക് നമുക്ക് രാവിലെ തന്നെ കിടക്കാം. അപ്പം ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കോഫിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ സാധാ ഹാളിലിരുന്നാണ് കുടിക്കുന്നത്, പക്ഷെ ഇപ്പോൾ ഹാളൊക്കെ ഭയങ്കര മെസ്സായിട്ട് കിടക്കുക. പിന്നെ ഇപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കോഫി കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂഡ് കംപ്ലീറ്റ് മാറിപ്പോവും. അല്ല തന്നെ ഒരുമാതിരി അവസ്ഥയല്ല രാവിലെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചൂട് കോഫിയാണ് അപ്പം ടൈം എടുക്കും കുടിച്ച് തീർക്കാൻ. അപ്പം ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ചില്ലായിട്ട് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം. 9:15 ആയപ്പോൾ എന്ത് കഴിക്കും എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് കഴിക്കണം എന്നറിയില്ല. ഞാൻ ആ കോഫി ഉണ്ടാക്കി, പക്ഷെ ആ കോഫിക്ക് എന്തോ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കുടിച്ചില്ല, വെള്ളം കുടിച്ചു. അപ്പം അങ്ങനെ ഞാനിനി എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഇനി എനിക്ക് തിങ്കളാഴ്ചയോ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം. ഇന്ന് എനിക്ക് കാര്യം പറഞ്ഞാൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നുള്ളൊരു സമയമില്ല. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച വല്ലതും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ തോർത്തിരിക്കുകയാണ്. അതായത് നാളെ. ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിലേക്കുള്ളത് വാങ്ങണം, തന്നെ കൊണ്ടുവരണം, എല്ലാം തന്നെ ചെയ്യണം. പാടാണ് ഗൈസ്, പാടാണ്. അപ്പം ഞാൻ എന്താ കഴിക്കാൻ പറ്റാമെന്ന് നോക്കട്ടെ, വീട്ടിലെന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ദോശമാവൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ അതൊക്കെ പൊളിച്ച് വന്നെങ്കിൽ 45 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പണി എന്തെങ്കിലും ചെയ്ത് തീർക്കുകയും ചെയ്യാമല്ലോ ദോശ ആവുന്ന ടൈമിൽ. അപ്പോൾ അതൊന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഞാൻ എൻ്റെ തൽക്കാലത്തേക്കുള്ള പ്ലാൻ മാറ്റി ദോശ ഉണ്ടാക്കുന്നില്ലെന്ന് വെച്ചു. കാരണം ഞാൻ പറഞ്ഞില്ല വീട്ടിലൊന്നുമില്ല, ഒരു സവോള പോലും എടുക്കാനില്ല, കുറച്ച് ഉരുളക്കിഴങ്ങും അതും ഇതും ഇരിക്കുന്നുണ്ട് എന്നല്ലാണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു ചിക്കൻ ഇരിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. എന്നേരം നമുക്കൊരു ഉച്ച ടൈം ആകുമ്പോഴത്തേക്കും സെറ്റ് ആവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ശരിക്കും ഫുഡ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാണ്ടായിപ്പോയി ഇന്ന്. കാരണം ഒന്നുമില്ല വീട്ടിൽ. പിന്നെ ഇന്നലെ വേണമെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് മൂഡ് സ്വിങ്സും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലിരിപ്പായിരുന്നു. അപ്പോൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ കഴിക്കാം. പിന്നെ ചിപ്സും അതും ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറക്കി കഴിക്കാം. അങ്ങനെ വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇരിപ്പുണ്ട്, പക്ഷെ അതൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് എനിക്ക് കിച്ചൺ കണ്ടു തോന്നുന്നില്ല. അതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊന്ന് കഴുകി തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് കയറ്റാൻ പയ്യ.
കിച്ചൺ കുറച്ചൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി താഴെ ഉള്ളത് വാക്യൂം ചെയ്യാനുണ്ട്. കുറേ ഇതൊക്കെ വാക്യൂം ചെയ്ത് കളയാനുള്ളത് ഒന്നിച്ച് ചെയ്യാമെന്ന് ഓർത്തു. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് ഇനി പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പം നമ്മുടെ ചിക്കൻ ദാ ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. നല്ല ചെറിയൊരു ചേഞ്ച് വരുത്തി. ചിക്കനും പൊട്ടറ്റോസും വെക്കുന്നില്ല, പകരം ചിക്കൻ മാത്രം വെക്കുന്നു. എന്നിട്ട് നമുക്ക് രാത്രിയിലത്തേക്ക് പൊട്ടറ്റോ സംതിങ് കറിയോ മെഴുക്കുപുരട്ടില്ല എന്താ പറയുക, മസാല ഇല്ലേ, അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ദോശ വയ്ക്കാം. അപ്പം ഇന്നും നാളെ രാവിലത്തേക്കും കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ പട്ടിണി പോകേണ്ട വരും. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ഇനി വാക്യൂം ചെയ്യാനുണ്ട്, കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്യട്ടെ. എല്ലാ 3 to 4 hours നമ്മൾ നാപ്കിൻ ചേഞ്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് ആക്കാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ നമുക്ക് പോവാം. നമ്മൾ കുറേ നേരത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളാരും നന്ദൂനെ കണ്ടില്ല. നന്ദൂനെ വൈകുന്നേരം വിളിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അവനും കുറേ തിരക്കിലൊക്കെ. എൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, പഠിക്കുമല്ല, പക്ഷെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാരണം കുറേ കാര്യങ്ങളുണ്ട് സ്കൂളിൽ നിന്ന് തന്നു വിട്ടേക്കുന്ന. ഫസ്റ്റ് ഇയർ ഓൾറെഡി എന്നെ കഴിഞ്ഞു. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ആവാൻ പോകുന്നു. ഇനി എനിക്ക് 1.5 കൊല്ലോടെ കഴിഞ്ഞാൽ ഞാനൊരു നേഴ്സായി മാറും. പഠിച്ച് പാസ്സായാലും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പേപ്പേഴ്സ് എല്ലാം ഫസ്റ്റ് ഇയറിലെ എല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം സ്വിഷൻ പ്രൂഫിങ് അടുത്ത് വരുവാണ്. അപ്പം ഇപ്പോഴേ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി പൊടിയും തട്ടിയൊക്കെ എടുത്തൊന്ന് പഠിച്ചു തുടങ്ങിയേക്കാന്ന് ഓർത്ത് എല്ലാം ഒന്ന് അടുക്കി പറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ നാളെ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ ഇരുന്ന ഇരിപ്പാണ് കേട്ടോ ഗൈസ്. വീട്ടിൽ വിളിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ സമയവും പോയി. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തത്രപ്പാടിലാണെങ്കിൽ അപ്പം എൻ്റെ ആ ഒരു ഇരിപ്പിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഓർഗനൈസും ആയിട്ടില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയി കുറച്ച് ഡ്രസ്സ് ഞാൻ അലക്കായിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതെടുത്ത് വിരിച്ചു വിടണം. അതിൻ്റെ കൂടെ അടുത്ത സെറ്റ് ഓഫ് ഡ്രസ്സ് നമുക്ക് ഇതിന് വിരിക്കാം. അപ്പോഴത്തേക്കും അവിടെ മൊത്തം കംപ്ലീറ്റ് ഇരുട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതാണ് ഫസ്റ്റിലെ പരിപാടി. ഞാനപ്പോൾ ഇച്ചിരി അറിയി ജനലൊന്ന് തുറന്നിട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ തണുപ്പത്ത് നമുക്ക് തുണി ഉണങ്ങി കിട്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണി മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞിട്ട് തുണി വിരിച്ചിടാലോ എന്നോർത്തിട്ട് ഞാൻ പക്ഷെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം മടക്കി വെച്ച് ആദ്യം തുണി വിരിക്കാൻ വേണ്ടിയുള്ള പാട്ടിലാണ്. ഞാൻ ഇത് എന്നും ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ അവനുണ്ടായിരുന്നത് കുറച്ചുകൂടെ എനിക്ക് മടിയായിരുന്നു ചെയ്യാൻ. പിന്നെ ഇപ്പം ഓക്കെ ആയി, ഇപ്പം തന്നെ ചെയ്യണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പോകുന്നു. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്ലോത്ത്സ് എല്ലാം നമ്മളിവിടെ ഉണക്കായിട്ടിട്ടുണ്ട്. കുറേ ഉണ്ട്, കാരണം വെക്കേഷനും ട്രിപ്പും അതും ഇതും ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ നന്ദുവിൻ്റെയൊക്കെ ക്ലോത്ത്സ് അലക്കാണ്ടായിരുന്നു. പിന്നെ അവന് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തു, കാരണം നാട്ടിൽ പോകല്ലേ എന്നുള്ളത്. ഇനിയും നന്ദുവിൻ്റെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം എല്ലാം എടുത്ത് അലക്കി മാറ്റി വെച്ചാൽ മതി, ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. അപ്പം ഇനി നമുക്ക് അടുത്ത സെറ്റ് അലക്കാടാം. ഒരു സെറ്റോടെ ഇടാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ ഇനി. അപ്പം അത് കഴിഞ്ഞാണ് ബാക്കി നടക്കുള്ളൂ. അപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാം സെലക്ട് ചെയ്തിടട്ടെ. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു സാധനമില്ലേ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഓക്കെ, അതായത് ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. അപ്പോൾ ഇത് കേട്ടോ, ഇതാണ് വരുന്നത് കേട്ടോ. ഇത് ഇപ്പം വെള്ളത്തിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്ന് മിക്സായി പോവും. അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. അപ്പം ഞാൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്ലോത്ത്സോടെ എടുത്തിട്ടിട്ട് അലക്കി കഴിയിട്ട് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവാം. ഗൈസ്, അപ്പം ഏകദേശം കുറഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി 2-3 ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഈ ഡ്രസ്സോടെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾ കഴിയും. ഇത് കൊണ്ടൊന്ന് പോട്ടെ. ഇത്തിരി ഉടുപ്പുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ പോലെ കണ്ടില്ലേ, ഞാൻ എങ്ങനെ രാവിലെ നീറ്റാക്കിയിട്ടാണെന്നറിയോ. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടേ ഇട്ടു, എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇനി ഒന്ന് അതോടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും.
അങ്ങനെ നമ്മളൊരു ദോശയും ഇച്ചിരി ചമ്മന്തിയൊക്കെ കഴിച്ചു. ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ ടൈമിൽ. നന്ദു വിളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നമ്മുടെ ബാക്ക് ടു നമ്മുടെ മെയിൻ സീറ്റിലേക്ക് വന്നിരുന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ പഠിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കില്ലായിരുന്നു, ഹാളിൽ വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. തണുപ്പൊക്കെ ആണ് പിന്നെ വിളിക്കാൻ പറ്റും. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ നന്ദു വിളിക്കുമായിരിക്കും കേട്ടോ, റീകണക്റ്റിംഗ് ആയി പോയതാണ്. നന്ദു വിളിക്കുകയാണെങ്കിൽ നമുക്ക് നന്ദുവിനെയും കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഞാൻ എൻ്റെ പ്ലാനറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ പറയാം. ക്രാങ്ക്ഹൈറ്റ്സ് und Krankheits erleben അതൊന്ന്. പിന്നെ Gesundheits und Krankheits continuum അൻഡോനിസ്കിയുടെ അത് 2. പിന്നെ പാത്തോഗനിസം സല്യൂട്ടോഗനിസം അത് 3. പിന്നെ കോഹറൻസ് ഗെഫ്യൂള് 4. പിന്നെ റെസിലിയൻസ് und Stärken von Resilienz. ഓക്കെ. പിന്നെ പ്രിവെൻഷൻ ഫോൺ ഗെസൂൺഹൈറ്റ്സ് ഫ്യോർഡറും അതുപോലെ. അപ്പം നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല, കാരണം നിങ്ങൾക്കത് വരണമെന്ന് മനസ്സിലാകത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് അന്ന് നന്ദുവിനെ കൊണ്ടുവിടാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫയൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് ടീച്ചർ തന്നിരിക്കുന്ന നോട്ട്സും ഒക്കെ ആയിട്ടുള്ളത് ഞാൻ അല്ലാണ്ട് എടുത്തിട്ട് വരിക ചെയ്തത്. അപ്പോൾ ഇനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പുള്ളിക്കാരുടെ അല്ല, ഇതെൻ്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞാണ് കേട്ടോ, ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞാൽ. സയൻസ് ഉണ്ട്, സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക്, നല്ല മാർക്ക്. ഇതും ഇപ്പോൾ നാളെ ക്ലാസ് ടെസ്റ്റ് ഉള്ള പുള്ളിക്കാരിയുടെ ടെസ്റ്റ് കഴിഞ്ഞാണ്, അതായത് ക്ലാസ് ടെസ്റ്റ് ഒരു ഇത് കഴിഞ്ഞാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ജർമ്മനാണ് കേട്ടോ. ഇവിടെ മുതൽ ഈ ഒരു ഭാഗം വേറെ ജർമ്മൻ. ഇത് കാണാണ്ട് പഠിച്ച് എഴുതിയ ടെസ്റ്റ് അല്ല. ഇതിൻ്റെ ഒരു ഞാൻ പറയാം. പുള്ളിക്കാരി ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഈ സല്യൂട്ടോഗനേസിയും പത്തോഗനേസിയും എന്താണെന്ന് പുള്ളിക്കാരി പഠിപ്പിച്ചു ക്ലാസ്സിൽ. എന്നിട്ട് പിറ്റേ ദിവസം ഇത് നമ്മളടുത്ത് ജസ്റ്റ് റീവൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിച്ചു. എൻ്റെ ക്ലാസ് കഴിയാറായപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരു പേപ്പർ തന്നിട്ട് ക്ലോസ് ഡോർ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഒക്കെ ഞെട്ടിയില്ലേ, എന്തെഴുതി വയ്ക്കും എന്നുള്ളൊരിതിൽ. എന്നിട്ട് ഞാൻ വായിച്ച് നോക്കി. നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ലേറ്റർ ഒന്നും ഇല്ല, അപ്പോൾ ജർമ്മൻ ഇല്ലെങ്കിൽ പെടും കേട്ടോ. അപ്പോൾ വായിച്ച് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, ക്ലിയർ ആണ്, ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാ വാക്കുകളും അറിയാം. ഞാൻ വേണേൽ വായിച്ച് കേൾപ്പിക്കാൻ എന്താണ്. ഓക്കെ, ക്ലൈനർ ലൈസ്റ്റungskontrolle für സ്കൂളിൻ്റെ പേര് Gesundheit und Krankheit, ജസ്റ്റ് ഒരു ഇത് വേണ്ട മാത്രം. Sie arbeiten in einer Seniorenpflegeeinrichtung. Bei ihrer Runde durch den Wohnbereich treffen sie auf den Bewohner Herrn Heise. Nanu, der schimpft und hustet. Ja, gut. Dass Sie gerade kommen, sagt Herr Heise. Ich brauche unbedingt meinen Arzt. Der muss mir was verschreiben. Am besten gleich die volle Dröhnung, damit ich ruckzuck wieder gesund bin. Okay. Sie nicken und versprechen ihm, den Arzt anzurufen. Keine 5 Meter weiter treffen sie auf Frau Kunze. Okay. ഞാൻ അവിടെ keine 5 Meter എന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരു സംഭവം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് വേഗം മൈൻഡ് പോയതായി ഞാൻ പറയാം. Sie hat eine Teetasse auf ihrem Rollator stehen. Im Korb liegt noch eine Wärmeflasche. Sie fühlt sich heute nicht so, sagt sie. Sie erzählen ihr, dass sie ohnehin den Arzt anrufen und fragen sie, ob sie auch einen Termin will. Sie winkt ab. Ach nein, so ein Tee und warme Füße, das wirkt doch schon. Dann wird das alles wieder. Man muss den Dingen Zeit geben, meint sie. Bitte erklären Sie die Schichtweisen von Herr Heise und Frau Kunze anhand von Patho und Salutogenese. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലായതാണല്ലോ. ഞാനിത് പക്ഷേ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇതല്ല എൻ്റെ ടോപ്പിക്. ഇത് പഠിക്കാനുണ്ട്, ലൈക്ക് 2 പേരുടെ നമ്മൾ സല്യൂട്ടോഗനീസും പത്തോഗനീസും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് 2 ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇവരുടെ ഹൈസയും അതുപോലെ ഫ്രൗ കുൻസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സല്യൂട്ടോഗനീസ് എന്താണെന്നും പത്തോഗനീസ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സല്യൂട്ടോഗനീസ് എന്താണെന്നും പത്തോഗനീസ് എന്താണെന്നും അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. ഇത് പുള്ളിക്കാരി പക്ഷേ മ്യൂൺഗ്ലിഷ് നോട്ടായിട്ടാണ് കണക്കുള്ളൂ. അതായത് നമ്മൾ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന കൈപൊക്കി ആൻസർ പറയുന്ന മ്യൂൺഗ്ലിഷ് ആയിട്ടാണ് പുള്ളിക്കാരി കണക്കൂട്ടുള്ളൂ.
എന്നിട്ട് ഞാൻ എഴുതി സല്യൂട്ടോഗനീസ് എന്താണെന്നും പത്തോഗനീസ് എന്താണെന്നും ഞാൻ ആദ്യം എഴുതി വെച്ചു. സല്യൂട്ടോഗനീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് ഹൈൽ ദെൻ മെൻഷൻ ഗസൂൺ, പത്തോഗനീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് മാഹ് ദെൻ മെൻഷ് ക്രാങ്ക് എന്ന് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ എൻ്റെ ആൽസോ ഇൻ മൈന മൈനിങ് പറയാൻ കുറേ അങ്ങ് തുടങ്ങി. എന്നിട്ട് ഞാൻ പത്തോഗനീസും സല്യൂട്ടോഗനീസും അതിനകത്ത് വിശദീകരിച്ച് എന്താണ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് 2 ആണ്. 2, 1, 2, 3, 4, 5, 6 ഫെയിലാണ്. എനിക്ക് കിട്ടിയത് 2 ആണ്. കാരണം പുള്ളിക്കാരിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രീമ ആബർ ദിസു ഓർഡിനിങ് പത്തോഗനീസ് സല്യൂട്ടോഗനീസ് ഫെയിൽഡ്. അതായത് ഞാൻ പത്തോഗനീസ് ആരുടെയാണെന്നും സല്യൂട്ടോഗനീസ് ആരുടെയാണെന്നും ഹൈഫൻ ഇട്ടിട്ട് എഴുതിയില്ല. അതിനാണ് പുള്ളിക്കാരി ഒരു മാർക്ക് എൻ്റെ കളഞ്ഞത്. കാരണം ഞാൻ പറയാം, ഞാൻ പത്തോഗനീസ് എന്താണെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ പത്തോഗനീസ് എന്ന് എഴുതിയില്ല. മനസ്സിലായോ? അപ്പം അത് മറ്റൊരു വ്യക്തി വായിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല പത്തോഗനീസ്. ടീച്ചറിന് മനസ്സിലായി, പക്ഷേ ഓഫ് കോഴ്സ് വേറൊരാൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവർ മാർക്ക് കളഞ്ഞു. എൻ്റെ പുള്ളിക്കാരി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പത്തോഗനീസ് ഇത് സല്യൂട്ടോഗനീസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് തലയിലൊക്കെ തൊട്ടിട്ട് കുട്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു അവിടെ പഠിക്കുന്ന ഔസ്ലാൻഡ് പിള്ളേരെ അപേക്ഷിച്ചിട്ട് ആർക്കും മാർക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന കുട്ടിക്ക് 4 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊന്നും ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ജർമ്മൻ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻസ് സാധനമാണ് ഗൈസ് ഇവിടെ പഠിക്കണമെങ്കിൽ. അപ്പം നമുക്ക് ഓരോന്നിട്ട് പഠിച്ച് ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ഞാൻ വർത്തമാനം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ പയ്യെ പഠിക്കാൻ സാധിക്കട്ടെ. ബൈ. സോ ഞാൻ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ടൈമർ വെച്ചിട്ട് പഠിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ പഴയ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ടൈമർ വയ്ക്കാം. അപ്പോൾ ഇവിടെ 5, 10 ഇങ്ങനെ ടൈമുണ്ട്. ഞാൻ ഫസ്റ്റ്ലി ഒരു 25 മിനിറ്റ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഒച്ച വെക്കും. 25 മിനിറ്റ്സ് ഉണ്ട്. 25 മിനിറ്റ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ് ഒന്നും ഇല്ലടാ. ടെക്സ്റ്റിന് ഞാൻ എന്ത് ചെയ്യൂടാ? ഒരു മിനിറ്റ്, ഞാൻ വേറെ ടെക്സ്റ്റിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് തന്നെ സംഭവമില്ല. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എയ്മേ, എനിക്കെൻ്റെ ഫ്രണ്ട് എയ്മി എനിക്ക് വേണ്ട ഒരു സംഭവിച്ചു തന്നിട്ടുണ്ട്. ഞാനത് വെച്ച് പഠിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ അറിയാം. ബോയ് ഫ്രണ്ട് അല്ല കേട്ടോ, ഒരു ബോയ് ഫ്രണ്ടിനെ അറിയാം. അവൻ്റെ പേര് ലൂക്ക എന്നാണ്. ഞാൻ പേര് പറഞ്ഞിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ലൂക്കയും എയ്മി, ഇത് 2 പേരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ആൻഡ് എയ്മീനെയും ലൂക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എന്നെ തിരിച്ചും ഇഷ്ടമാണ്. അപ്പം എയ്മി എനിക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എയ്മി എനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ളത്. കണ്ടോ, അവൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം പഠിക്കാനുള്ള കംപ്ലീറ്റ് ടോപ്പിക്കും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ പഠിക്കും. ഓക്കെ. അപ്പം നമുക്ക് ക്രാങ്ക്ഹൈറ്റിൽ പഠിക്കാനായിട്ട് പറ്റുക സിംറ്റോം, ഡയഗ്നോസ്, പിന്നെ ഉണ്ടർസൂഹുങ്ങൻ അല്ലെങ്കിൽ ഫിസിഷ്യൽ സുസ്റ്റാൻ അല്ലെങ്കിൽ വോൾബിഫിൻഡൻ. ക്രാങ്ക്ഹൈറ്റ്സ് എർലേബൻ എന്ന് പറയുമ്പോഴത്തേക്കും ബെഡോറ്റും ഫ്യർ ദി പേഴ്സൺ സെൽഫ്സ്റ്റ്. പിന്നെന്താ പറയുക, ഫിസിഷ്യൽ ബിഫിൻഡൻ, പിന്നെ ഐഗനസ് ബിഫിൻഡൻ. നമ്മുടെ ഒരു കുട്ടി ഡേ എന്ന് പറയാൻ അതൊക്കെയായിരുന്നു. എൻ്റെ പുതിയ ജിഫി ഉണ്ട്, ജിഫി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഒരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചായി വായിച്ച്. അപ്പോൾ അതിനി വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു 10 മണിയാകുമ്പോൾ കിടക്കും. അങ്ങനെ എന്നിട്ട് നമുക്ക് നാളത്തെ ഡേ കാണാം ഗൈസ്. നാളെ എൻ്റെ സ്കൂളാണ്. അപ്പം നമുക്ക് നാളത്തെ എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.